ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിഷ്ണു സഹസ്രനാമത്തിൽ 8ാമത്തെ ശ്ലോകമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നോക്കൂ. ഈശാനഃ പ്രാണദഃ പ്രാണോ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഃ പ്രജാപതിഃ ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഃ. ഈശാനഃ പ്രാണദഃ പ്രാണോ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഃ പ്രജാപതിഃ ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഃ. ഈ ശ്ലോകത്തിൽ ഈശാനഃ, പ്രാണദഃ, പ്രാണഃ, ജ്യേഷ്ഠഃ, ശ്രേഷ്ഠഃ, പ്രജാപതിഃ, ഹിരണ്യഗർഭഃ, ഭൂഗർഭഃ, മാധവഃ, മധുസൂദനഃ. ഇങ്ങനെ 10 പേരുകളാണുള്ളത്. ആദ്യം തന്നെ ഈശാനഃ. ഈശാനൻ എന്നുള്ളതിന് സാമാന്യമായി ഈശ്വരൻ എന്നർത്ഥം. ഈശ്വര പര്യായമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സർവചരാചര പ്രപഞ്ചത്തെയും ഈശനം ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ അതേ സമയത്ത് ലോകവ്യവഹാരത്തിൽ, സാഹിത്യത്തിൽ ഒക്കെ തന്നെ ശിവപര്യായങ്ങളിൽ പെട്ടതാണ് ഈശാനഃ എന്നുള്ളത്. അതുകൊണ്ട് ശിവൻ എന്നേ പറഞ്ഞുകൂടുന്നില്ല, ഈശ്വരൻ എന്ന അർത്ഥം പറയാം. വിഷ്ണു എന്നോ ശിവനെന്നോ ബ്രഹ്മാവെന്നോ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ ഇതിലെല്ലാം ഉപരിയുള്ള പരമാത്മാ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഈശാന ശബ്ദം പ്രയോഗിക്കാം. കാരണം ഈശനം ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ എന്നേ അർത്ഥമുള്ളൂ. എങ്കിലും നമ്മുടെ ശാസ്ത്രങ്ങളിലും സാഹിത്യത്തിലും ലോകവ്യവഹാരത്തിലുമൊക്കെ ഈശാന എന്നുള്ള ശബ്ദം ശിവപര്യായമായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പും ധാരാളം ശിവപര്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മേലിലും പഠിക്കാനുണ്ട്. വിഷ്ണുവും ശിവനും ഏകം തന്നെ എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഈശാനഃ. പ്രാണദഃ അടുത്ത നാമം. പ്രാണദഃ, പ്രാണന് നൽകുന്നവൻ എന്ന് സാമാന്യമായി അർത്ഥം പറയാം. പ്രാണന് നൽകുന്നവൻ. പ്രാണൻ എന്നുള്ളത് കൊണ്ട് ശരീരാഭ്യന്തര സഞ്ചാരിയായ വായുവെ അർത്ഥമാക്കാം. പ്രാണൻ എന്നുള്ളത് കൊണ്ട് ജീവചൈതന്യത്തെ അർത്ഥമാക്കാം. പ്രാണൻ എന്നുള്ളത് ജീവാത്മാവിനെ സൂചിപ്പിക്കും. ചില സന്ദർഭങ്ങളിൽ പ്രാണൻ എന്നുള്ള ശബ്ദം പരമാത്മാവിനെ സൂചിപ്പിക്കും. ഇതൊക്കെ ശാസ്ത്രത്തിൽ പല തലങ്ങളിൽ പ്രാണശബ്ദം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രാണദഃ എന്നുള്ളത് പരമാത്മസൂചകമായി പറയുമ്പോൾ പ്രാണശ്ച ദശ്ച എന്ന് നമ്മൾ മുറിക്കണം. അപ്പൊ പരമാത്മസ്വരൂപൻ പ്രാണൻ, അവൻ സകലത്തെയും പ്രദാനം ചെയ്യുന്നവനാണ്. സകല പ്രപഞ്ചത്തിനും ഉണ്മയെ നൽകുന്നവനാണ്.
അങ്ങനെ പ്രാണനും ധനുമായവനാരോ അവൻ പ്രാണതൻ. നമ്മളൊന്നിറങ്ങി വന്ന് ജീവചൈതന്യം എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ അതിനെ പ്രാണനെ പ്രദാനം ചെയ്യുന്നവൻ. ആത്മന ഏഷ പ്രാണോജായതേ എന്ന് ശ്രുതിയുണ്ട്. ആത്മാവിൽ നിന്നാകുന്നു പ്രാണൻ ജനിക്കുന്നത്. അപ്പൊ പ്രാണനും ജന്മകാരണനായവനാരോ ആ പരമാത്മാവ് പ്രാണതൻ. ഇനി ഒന്നും കൂടി ഇറങ്ങി വന്ന് തീർത്തും ജീവഭാവത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിലൊക്കെ ജീവചൈതന്യത്തിന് കാരണമായി നിലകൊള്ളുന്ന ആ ഭാവമുണ്ടല്ലോ, ജീവാത്മാ എന്ന് പറയാം, അതിനെ പ്രാണത എന്ന് പറയാം. ഉപനിഷത്ത് തന്നെ ന പ്രാണേന നാ പാനേന മർത്യോ ജീവതി കശ്ചന ഇതരേണ തു ജീവന്തി യസ്മിൻ നേതൗ ഉപാശ്രിതൗ എന്ന് പറയുന്നുണ്ട്. പ്രാണനെ കൊണ്ടോ അപാനനെ കൊണ്ടോ അല്ല നമ്മൾ ആരും ജീവിക്കുന്നത്, ഇവ രണ്ടും ആശ്രയിക്കുന്ന മറ്റൊന്നിനെ കൊണ്ടാണ്. അതിനാണ് പ്രാണതൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പല തലങ്ങളിൽ പ്രാണത ശബ്ദം നമുക്ക് എടുക്കാം. അപ്പോ ഈശാനഃ പ്രാണതഃ, തുടർന്ന് പ്രാണഹ എന്ന് പറയാം, പ്രാണൻ. നേരത്തെ പറഞ്ഞു പ്രാണശബ്ദം പല തലങ്ങളിൽ പറയാറുണ്ടെന്ന്. പരമാത്മസൂചകമായിട്ട് പ്രാണനുണ്ട്. ഇനി ജീവാത്മസൂചകമായി പ്രാണശബ്ദം പ്രയോഗിക്കാറുണ്ട്. ജീവചൈതന്യത്തെ സൂചിപ്പിക്കാൻ പ്രാണശബ്ദം പ്രയോഗിക്കാറുണ്ട്. വായുവിശേഷങ്ങളെ സൂചിപ്പിക്കാൻ പ്രാണശബ്ദം പ്രയോഗിക്കാറുണ്ട്. ഏതർത്ഥത്തിലെടുത്താലും അതിലൂടെ എല്ലാം ഈശ്വരൻ ലക്ഷീകരിക്കപ്പെടും, അതിലൂടെ എല്ലാം പരമാത്മാവ് ലക്ഷീകരിക്കപ്പെടും. കാരണം എല്ലാം അതാണല്ലോ, എല്ലാത്തിനും ഉണ്മയെ നൽകുന്നത് അതാണല്ലോ. അതുകൊണ്ട് പ്രാണൻ സർവപ്രപഞ്ചത്തെയും അഥവാ സകലത്തിനെയും ചലിപ്പിക്കുന്നവനാണ്. അനുധാതു ചേഷ്ട എന്നുള്ള അർത്ഥത്തിലാണ്. അനു ചേഷ്ടായാം എന്നാണ് ധാതു. ഇപ്പൊ ഉപസർഗപൂർവകമായി ചേഷ്ടാർത്ഥത്തിലുള്ള അന ധാതു വരുമ്പോഴാണ് പ്രാണശബ്ദം സിദ്ധാവുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാത്തിനെയും ചേഷ്ടിപ്പിക്കുന്നത്, എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത്, എല്ലാത്തിനെയും ജീവൻ ഉള്ളതാക്കുന്നത് എന്നുള്ള അർത്ഥം പ്രാണന് പറയാം. അങ്ങനെ പ്രാണഹ. ജ്യേഷ്ഠഃ, ജ്യേഷ്ഠഃ, ജ്യേഷ്ഠ ശബ്ദം ശ്രേഷ്ഠ ശബ്ദം രണ്ടും പര്യായങ്ങളായിട്ട് ഉപയോഗിക്കാം. തൊട്ടടുത്ത് ശ്രേഷ്ഠ ശബ്ദം വരുന്നുണ്ട്. ഇനി ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ മുതിർന്നവൻ എന്നർത്ഥം. ഏറ്റവും വൃദ്ധനായവൻ, ഏറ്റവും വൃദ്ധനായവനാണ് ജ്യേഷ്ഠൻ. സാമാന്യമായിട്ട് സകല ജീവരാശികളുടെയും സ്രഷ്ടൃത്വം, സ്രഷ്ടാവ് എന്ന ഭാവം നാം ബ്രഹ്മാവിൽ കാണുന്നു. അതുകൊണ്ട് ബ്രഹ്മാവിനെ നമ്മൾ വൃദ്ധനായിട്ടാണ് മാനിക്കുന്നത്. വൃദ്ധനാണ് ബ്രഹ്മാവ്. എന്നാൽ ബ്രഹ്മാവിനും കാരണനായവൻ, ബ്രഹ്മാവ് പോലും ആരിൽ നിന്ന് ആവിർഭവിച്ചോ ആ സർവേശ്വരൻ നാരായണൻ വൃദ്ധതമനാണ്. ആ വൃദ്ധതമത്വത്തെ കാണിക്കുന്നതാണ് ജ്യേഷ്ഠ ശബ്ദം. ജ്യേഷ്ഠ. അതുപോലെ ശ്രേഷ്ഠ, ഏറ്റവും പ്രശസ്യതമനായവൻ, ഏറ്റവും പ്രശംസിക്കപ്പെടേണ്ടവൻ. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ജ്യേഷ്ഠ ശ്രേഷ്ഠ ശബ്ദങ്ങൾ പര്യായങ്ങളായിട്ട് ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് പറയുന്നു
ഏറ്റവും പ്രശസ്യതമനാണ് ശ്രേഷ്ഠൻ. എന്ന് വെച്ചാൽ ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി സകലതും ചെയ്യുകയും സർവത്തിനും ചൈതന്യത്തെ പ്രദാനം ചെയ്യുകയും ഇനി വ്യാവഹാരിക തലത്തിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി നിരന്തരം ജാഗ്രതയായിരിക്കുകയും യഥാസമയം അവതാരങ്ങളെ ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന സർവേശ്വരൻ ശ്രേഷ്ഠനാണ്. ഇനി നേരത്തെ പ്രാണശബ്ദം പറഞ്ഞു. പ്രാണന്റെ പര്യായങ്ങളിൽ ജ്യേഷ്ഠ ശ്രേഷ്ഠ എന്നുള്ളതെല്ലാം ഉണ്ട്. പ്രാണോ വാവ ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച എന്ന് ശ്രുതി പറയുന്നുണ്ട്. പ്രാണൻ തന്നെയാകുന്നു ജ്യേഷ്ഠനും ശ്രേഷ്ഠനും. അപ്പോ പ്രാണൻ എന്നർത്ഥം, മുഖ്യ പ്രാണൻ എന്നർത്ഥം പറയാം. പ്രജാപതി, പ്രജാപതി സകല പ്രജകളുടെയും പതി, രക്ഷകൻ, നാഥൻ. പ്രജ എന്ന് പറയുമ്പോ പ്രകർഷേണ ജായന്തേ എന്നുള്ള അർത്ഥത്തിലാണ്. ജനിക്കുന്നവരൊക്കെ പ്രജകളാണ്. ജനിച്ചവരൊക്കെ പ്രജകൾ. അതായത് ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട്. അപ്പൊ ബ്രഹ്മാവ് എങ്ങനെയാ പ്രജയാവുക എന്ന് ചോദിച്ചാൽ, ബ്രഹ്മാ ദേവാനാം പ്രഥമ സംബഭൂവ, ദേവന്മാരിൽ പ്രഥമനായിട്ട് ബ്രഹ്മാവ് സംഭവിച്ചു എന്ന് ശ്രുതിയുണ്ട്. അതുകൊണ്ട് ബ്രഹ്മാവും പ്രജ തന്നെയാ. അവിടെ നിന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുൽക്കൊടി വരെയോ ഏകകോശ ജീവികൾ വരെയോ ഏകകോശ സസ്യങ്ങൾ വരെയോ ഇനി അതിനും കീഴ്പ്പെട്ട് ജീവന്റെ കേവല സ്പന്ദനഭാവമുള്ള തലങ്ങൾ വരെയോ സകലത്തെയും നമുക്ക് പ്രജകളായിട്ട് എടുക്കാം. എല്ലാ പ്രജകളുടെയും നാഥൻ, പതി, സംരക്ഷകൻ ഈശ്വരൻ, എല്ലാത്തിനെയും നിയമിക്കുന്നവൻ പ്രജാപതി. തുടർന്ന് ഹിരണ്യഗർഭ. ഹിരണ്യഗർഭ, ഹിരണ്യഗർഭ ശബ്ദം സമഷ്ടി സൂക്ഷ്മതലത്തെ കാണിക്കുന്നതാണ്. സമഷ്ടി സൂക്ഷ്മതലം എന്ന് പറയുമ്പോൾ ഒരു വിത്ത് സങ്കല്പിക്കുക. ആ വിത്തിൽ നിന്ന് ഒരങ്കുരം മുള പൊട്ടുന്നതായിട്ട് സങ്കല്പിക്കുക. ആ അങ്കുരം മുള വളർന്ന് വലുതായി ശാഖോപശാഖകളും ലക്ഷോപലക്ഷം ഇലകളോടുകൂടിയ, പൂക്കളോടുകൂടിയ, കായകളോടുകൂടിയ, പഴങ്ങളോടുകൂടിയ, അനേകം കൊമ്പുകളോടുകൂടിയ ഒരു മഹാവൃക്ഷമായി വളർന്നതായിട്ട് സങ്കല്പിക്കുക. ഇവിടെ നമുക്ക് സ്ഥൂലമായി വൃക്ഷം എന്നുള്ള തലം, സൂക്ഷ്മമായി അങ്കുരം എന്നുള്ള തലം, അതിനും കാരണമായി ബീജം എന്നുള്ള തലം, ഇങ്ങനെ 3 തലങ്ങളെ നമുക്ക് കാണാം. എല്ലാ സൃഷ്ടിയിലും ഇതുണ്ട്. ഇതുപോലെ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെയും സകല ബ്രഹ്മാണ്ടങ്ങളും അടങ്ങുന്ന സമഷ്ടി പ്രപഞ്ചത്തെ നമ്മൾ എടുത്താൽ അതിന് ശാസ്ത്രത്തിൽ വിരാട് എന്നാണ് പേര്. വിശേഷേണ രാജ്യതേ, വിശേഷമായി ശോഭിക്കുന്നത്, പ്രകാശിക്കുന്നത് വിരാട്ടാണ്. ആ വിരാട്ടിനെ നമ്മൾ സ്ഥൂലമായിട്ടെടുത്താൽ അതിൻ്റെ സൂക്ഷ്മഭാവമാണ്, അങ്കുര സമാനമായ ഭാവമാണ് ഹിരണ്യഗർഭം. അതിനും കാരണഭാവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാരണബ്രഹ്മം എന്നെടുക്കേണ്ടി വരും. അപ്പൊ കാരണബ്രഹ്മം അഥവാ ഈശ്വരൻ, അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് ഹിരണ്യഗർഭൻ, അതിനേക്കാൾ സ്ഥൂലമായിട്ട് വിരാട്. ഇങ്ങനെയാണ്. അങ്ങനെ സമഷ്ടി സൂക്ഷ്മഭാവമാണ് ഹിരണ്യഗർഭൻ. അതുകൊണ്ട് പുരാണങ്ങളിൽ പലയിടത്തും ബ്രഹ്മാവിനെ സൂചിപ്പിക്കാൻ ഹിരണ്യഗർഭ ശബ്ദം വിനിയോഗിക്കുന്നുണ്ട്. ഹിരണ്മയമായ, പ്രകാശമയമായ സർവ ബ്രഹ്മാണ്ടങ്ങളെയും
തൻ്റെ അണ്ടമായി ധരിച്ചിരിക്കുന്നവനാരോ അവൻ ഹിരണ്യഗർഭൻ. അതായത് തൻ്റെ ഗർഭത്തിൽ, തൻ്റെ ഉദരത്തിൽ സർവപ്രപഞ്ചത്തെയും ധരിച്ചിരിക്കുന്നവൻ എന്നും ഹിരണ്യഗർഭ ശബ്ദത്തിന് അർത്ഥം പറയാം. തുടർന്ന് ഭൂഗർഭ, ഭൂഗർഭ, ഭൂമിയെ മൊത്തം തൻ്റെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നവൻ. അവിടെ ഭൂമി, ഭൂ എന്നുള്ളത് കൊണ്ട് ഉള്ളതായ ആവിഷ്കൃതമായ, അല്ലെങ്കിൽ ഒന്നും കൂടി ശുദ്ധമായ ഭാഷ പറഞ്ഞാൽ ആവിർഭൂതമായ സകലത്തെയും അർത്ഥമാക്കുന്നു. അപ്പൊ ആവിർഭവിച്ച സകലത്തെയും സ്വന്തം ഗർഭത്തിൽ വെച്ചിട്ടുള്ളവൻ ഭൂഗർഭ, എല്ലാത്തിനും കാരണമായവൻ എന്നർത്ഥം. ശ്രദ്ധേയമാണ്. ഹിരണ്യഗർഭ, ഭൂഗർഭ എന്നീ രണ്ട് ശബ്ദങ്ങൾക്കും സമാനാർത്ഥങ്ങൾ ഉണ്ടെന്നും ചിന്തിക്കുക. തുടർന്ന് മാധവ, വിഷ്ണുവിന്റെ പ്രസിദ്ധ നാമങ്ങളിൽപ്പെട്ടതാണ് മാധവ ശബ്ദം. മാ ലക്ഷ്മി ദേവി, മാ അമ്മ, അനേക അർത്ഥങ്ങളുണ്ട്. ഇപ്പോ മായാഹ ധവ, ലക്ഷ്മിയുടെ ധവൻ, പതി, നാഥൻ, ലക്ഷ്മീപതി, ലക്ഷ്മീകാന്തൻ, ഈ അർത്ഥം എടുക്കാം. ഇനി സമാസത്തിൽ അന്ത്യാക്ഷര ലോപം സ്വീകരിച്ചാൽ മായായാഹ ധവ എന്നും വേണമെങ്കിൽ പറയാം. മായയുടെ പതി, മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം എന്ന് ശ്രുതിയുണ്ട്. മായ പ്രകൃതിയാണ്, അതിനെ വശീകരിച്ച് വെച്ചിരിക്കുന്ന ഈശ്വരനാണ് മായാവി എന്ന്. അപ്പൊ മായാവിക്ക് മാധവ എന്ന് പറയാം. എങ്കിലും പ്രസിദ്ധമായ അർത്ഥം ലക്ഷ്മീപതി, ലക്ഷ്മീനാഥൻ എന്നുള്ളതാണ്. തുടർന്ന് മധുസൂദന, മധു എന്ന് പേരുള്ള അസുരനെ സൂദനം ചെയ്തവൻ, സൂദനം ചെയ്യുക, ഹിംസിക്കുക. വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്ന് ആവിർഭവിച്ച മധു, കൈടഭൻ എന്നീ രണ്ട് അസുരന്മാർ. ഈ രണ്ട് അസുരന്മാരെയും തന്നിൽ നിഹിതമായ യോഗനിദ്രയെ പ്രകടമാക്കിക്കൊണ്ട് ഹിംസിച്ചവനാരോ അവനാണ് മധുസൂദനൻ, മധു എന്ന അസുരനെ ഹിംസിച്ചവൻ. അതും പ്രസിദ്ധ നാമമാണ്. ഇങ്ങനെ ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. ഇത്രയും പേരുകളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.